ഹായ്. വർഗീസ് കളിക്കളച്ച്. നർമ്മചിന്തകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടുന്നവർക്ക് പങ്കുവെക്കണം കേട്ടോ. നായര് പിടിച്ച പുലിവാലെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ നസ്രാണി പിടിച്ച പുലിവാലിനെ പറ്റി അറിയോ? അറിയില്ല. അതൊരു കഥയാണ്. ഒരു നായർ ചന്തയ്ക്ക് പോയി. വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ, വാഴക്കുലകളും ഒക്കെ എടുത്ത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ബാക്കി പൈസയുമായിട്ട് തിരിച്ചു വരുവാനായിട്ടാണ് പോയത്. അങ്ങനെ കൊണ്ടുപോയി വിറ്റ് കുറേ പൈസ കിട്ടി. ഇങ്ങനെ കുറേ സാധനങ്ങളും പൈസയുമായിട്ട് വരികയാണ്. അന്ന് പേഴ്സുകളില്ലല്ലോ. അന്നുള്ളതെന്ന് പറയുന്നത് ഈ മടിശീല, തുണി കൊണ്ടുള്ള ഒരു സഞ്ചി, അതിൽ കോയിനുകളും നോട്ടൊക്കെ ഇട്ട് ഒരു വള്ളി അതേ തന്നെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ കെട്ടി മടിയിൽ വെച്ച് അങ്ങനെയാണ് പോരുക. ഈ വനത്തിൽ കൂടി പോന്നു. തനിച്ചാണ് വരവ്. അപ്രതീക്ഷിതമായി ഒരു പുലി ഈ നായരെ കൊല്ലുവാനായിട്ട് ചീറിയെടുത്തു. കുറച്ച് ധൈര്യമുള്ള മനുഷ്യനായിരുന്നു അയാൾ. കുറേ ആരോഗ്യമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പുലിയുടെ വായിൽ പെട്ടുപോകാൻ തക്കൊന്നും ഇദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. ഉള്ള ധൈര്യം സംഭരിച്ച് ഈ പുലിയുടെ വാലിൽ ഇങ്ങനെ ആഞ്ഞു പിടിച്ചു. അപ്പോൾ ഈ പുലി ഇളെ കൊല്ലാനായിട്ട് ആക്രമിക്കുമ്പോൾ ഇദ്ദേഹം ഈ വാലിൽ പിടിച്ചിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അത്ര പെട്ടെന്ന് ഇളെ കൊല്ലുവാനായിട്ട് പുലിക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ കുറേ നേരം കറങ്ങി ആ ശ്രമത്തിനിടയിൽ ഈ അദ്ദേഹത്തിൻ്റെ പണസഞ്ചിയിൽ നിന്ന് നോട്ടുകളും ചില്ലറകളും എല്ലാം അവിടെ ചിതറി ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുവഴി വേറൊരു മനുഷ്യൻ വന്നു. നോക്കിയപ്പോഴുണ്ട് ഒരുപാട് രൂപകളും നാണയങ്ങളും ഒക്കെ ഇവിടെ കിടക്കുന്നു. ഈ മനുഷ്യൻ ഇങ്ങനെ ഈ മൃഗത്തിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നു. ഈ വന്ന ആൾ ചോദിച്ചു, ഇതെന്നെ പരിപാടിയാ? അപ്പോൾ ഈ നായർ അല്പം വില പഠിച്ച ആളും കൂടിയായിരുന്നു. അയാൾ വന്ന ആളിനോട് പറഞ്ഞു, ഇതൊരു പ്രത്യേക സിദ്ധിയുള്ള മൃഗമാണ്. ഇതിൻ്റെ വാലിൽ പിടിച്ച് ഒന്ന് കുലുക്കുമ്പം ഒരു കാശ് വീഴും. ഇങ്ങനെ പല പ്രാവശ്യം വീണപ്പോൾ എനിക്ക് കുറേ രൂപകളും കുറേ പൈസകളൊക്കെ ഇങ്ങനെ വീണ് കിട്ടി. ഞാനിങ്ങനെ കുറേ പിടിച്ചു. അങ്ങനെ വീണ് കിട്ടിയതാണ്. ഞാൻ പെറുക്കിക്കൊണ്ട് പോവുക. വേണോ? പിടിക്കണോ? ഇങ്ങനെ തന്നേര് എന്ന് പറഞ്ഞ് ഒന്നും ആലോചിക്കാതെ വന്ന ആള് ഈ പുലിയുടെ വാലെ പിടിച്ചു. നായർ ജീവനും കൊണ്ട് ഓടുകയും ചെയ്തു. ഈ കയറിപ്പിടിച്ച ആള് ഒരു നസ്രാണി ക്രിസ്ത്യാനിയാണെന്നാണ് പറയുക. ജീവിതത്തിൽ പലപ്പോഴും പല പുലിവാലുകൾ പിടിക്കുന്ന മനുഷ്യജീവിതങ്ങളുണ്ട്. ഒന്നും ആലോചിക്കാതെ ചാടി പുറപ്പെടും. ഒരു തേക്ക് വെച്ച 20 കൊല്ലം കഴിയുമ്പോൾ അതിത്ര രൂപയാകും. അതുകൊണ്ട് നൂറുകണക്കിന് ഈ തേക്ക് വാങ്ങിക്കുവാനായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പുലിവാല് പിടിച്ചവരുണ്ട്. ഒരാടിനെ ഇപ്പോൾ വാങ്ങിച്ച് നിർത്തിയാൽ 10 കൊല്ലം കഴിയുമ്പോൾ അതിങ്ങനെ പെരുത്ത് ഇത്ര ആടാകും. അപ്പോൾ ഇത്രയും രൂപ നിങ്ങൾക്ക് കിട്ടും. ആടിന് വേണ്ടി ഇങ്ങനെ സമ്പാദ്യം വെച്ച് കൈപൊള്ളിപ്പോയവരുണ്ട്. 1 വർഷം കൊണ്ട് പണം ഇരട്ടിച്ചു തരാം എന്ന് പറഞ്ഞ് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പുലിവാല് പിടിച്ചവരുണ്ട്. ഇങ്ങനെ വരും വരാഴികകൾ ആലോചിക്കാതെ ചാടിപ്പുറപ്പെട്ട് പുലിവാലുകൾ പിടിച്ചിട്ടുള്ള ധാരാളം പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രായമുള്ളവർ പറയാറുണ്ട്, വീണ്ടും വിചാരം വേണവടാ. റീതിങ്കിങ്. ഒരു കാര്യം ചിന്തിച്ചിട്ട് ഇത് പ്രാക്ടിക്കലാണോ, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ വരും വരാഴികളിവിടെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഉള്ളതൂടെയൊക്കെ പോയി ആകപ്പാടെ പാപ്പരായിട്ട് മാറും. ഇത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിനായാലും ഒരു റീതിങ്കിങ് ആവശ്യമാണ്. നമ്മൾ ഒരാളോട് ഒരു മറുപടി പറയുന്ന കാര്യത്തിലായാലും, നമ്മൾ ഒരാളോട് ഏത് കാര്യത്തിന് വേണ്ടി സഹകരിക്കുന്ന കൂട്ടത്തിലായാലും ഒക്കെ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിലായാലും, ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന കാര്യത്തിനായാലും ഒക്കെ ആയാലും ഒരു റീതിങ്കിങ് ആവശ്യമാണ്. ഒരു റീതിങ്കിങ്ങോടുകൂടി പോകണം. വീണ്ടും വിചാരം ഇല്ലാതെയുള്ള വാക്കുകൾ, വീണ്ടും വിചാരം ഇല്ലാതെയുള്ള പ്രവൃത്തികൾ പുലിവാലുകൾ പിടിച്ചതുപോലെയാകും. ആ നസ്രാണിയുടെ അവസാനം എന്താണെന്ന് കഥ പറയുന്നില്ല കേട്ടോ. എന്തായാലും ഓർക്കുക, പുലിവാലുകൾ പിടിക്കാതിരിക്കുക. പുലിവാലുകൾ പിടിച്ചാൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഊരിപ്പോരാൻ തക്കണം, നഷ്ടം വരികയും ചെയ്യും.
ഈ ജാതകത്തിൽ പറയുന്ന പോലെ, നക്ഷത്ര ജാതകത്തിൽ പറയുന്നത് പോലെ മാനഹാനിയും ദേഹപീഡയും ദ്രവ്യനഷ്ടവും ഫലം. അങ്ങനെ ആവാതിരിക്കട്ടെ. പുലിവാലുകൾ പിടിക്കാതിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.